ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നാണ് നമ്മുടെ ഹൗസ് വാമിങ് ഡേ. അപ്പം വലിയ പരിപാടിയായിട്ടൊന്നും നടത്തുന്നില്ല. നമ്മൾ വേണ്ടപ്പെട്ടവർ മാത്രം, അതായത് നമ്മുടെ കുടുംബക്കാർ മാത്രമായിട്ടുള്ളൊരു ചെറിയ പരിപാടി. അപ്പം ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ പഴയ വീട്ടിലാണ് കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ സുബഹിയാകുമ്പോഴത്തേന് നമ്മളിവിടെ എത്തി സുബഹി നിസ്കരിച്ചിട്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സുബഹിക്ക് മുന്നേ നമ്മൾ വീട്ടിൽ കയറണം എന്നാണ്. അങ്ങനെ ഉണ്ടോ അറിയില്ല, ഞങ്ങളങ്ങനെയാണ്. സുബഹിക്ക് മുന്നേ കയറി ഇവിടുന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ജസ്റ്റ് ഒരു നാപ്പ് എടുത്ത് എല്ലാവരും. അത് കഴിഞ്ഞ് എണീച്ചിട്ടോ ഫേസ് ഇങ്ങനെ, പിന്നെ ഉറങ്ങാത്ത ഉറക്കക്ഷീണം കൂടിയുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ നേരെ നമ്മൾ കിച്ചണിൽ വന്നിട്ട് പാല് തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇത് അന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വാങ്ങിയ പുതിയ പാത്രം, അതിലാണ് ഇതാക്കുന്നത്. കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. തൂകണം എന്നൊക്കെ പറഞ്ഞു, തൂകാനൊന്നും ഞാൻ സമ്മതിച്ചില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയ വീടായതുകൊണ്ട് പാലൊക്കെ തിളപ്പിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല, നമ്മുടെ ഫാമിലി മാത്രമായതുകൊണ്ട് ചെറുതായിട്ട് ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിരിയാണി പ്രിപ്പറേഷൻ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബിരിയാണി. ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്, അതായത് ഒരു 1.5 kg അത്ര ഉണ്ടാവുള്ളൂ ഒരു നേരത്തേക്കാട്ടോ. ഇതിൻ്റെ ഇവിടെ കണ്ടോ തുറക്കുന്നതും അടക്കുന്നതും നല്ല രസമുണ്ട്. എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഇതാണ് അപ്പം എൻ്റെ ചോറ്. കാണാൻ നല്ല മൊഞ്ചുണ്ട്, എന്താവും എന്നുള്ളത് അറിയില്ല. പിന്നെ നമ്മൾ ഉച്ചയായി ലഞ്ച് കഴിച്ച്, ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട് സാലഡും കഴിച്ച് കസിൻസ് എല്ലാവരും വന്നിരുന്നു. അപ്പം മക്കളൊക്കെ ആയിട്ട് ജോയ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജോയനെ നോക്കുമ്പോൾ നല്ല ചൂട്, കാരണം മോൾക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലായി. നല്ല പനി എന്ന് പറഞ്ഞാൽ നല്ല പനി, നല്ല കളിച്ച് ആക്റ്റീവായി നിന്ന ആളാണ്, പെട്ടെന്ന് പനിയായി. അപ്പം പിന്നെ വെച്ച് നിന്നില്ല, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും ഇങ്ങനെ നിലത്തൊക്കെ ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആള് നല്ല ആവശ്യതയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മോൾക്ക് ട്രിപ്പിന് പറഞ്ഞത്, ഞാൻ ഡോക്ടറോട് പറഞ്ഞ ബ്രീത്തിങ് സ്പെല്ലുള്ള ആളാണ്, ട്രിപ്പിന് ഇഞ്ചക്ഷൻ ഇടുമ്പോൾ പ്രശ്നമാകുന്നു. അപ്പോൾ ഡോക്ടറിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് സമ്മതിക്കുന്നൊന്നും ഇല്ല, എല്ലാ മക്കളെ പോലെ തന്നെ. ലാസ്റ്റ് ട്രിപ്പ് ഇട്ട്, പക്ഷെ അത് അവിടെ കയറുന്നുണ്ടായിരുന്നില്ല, ഔട്ടായി പോയിട്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ആളെ സ്ഥിതി ഇങ്ങനെയാണ്, തീരെ വയ്യാത്ത അവസ്ഥ. ഇവിടെ വന്നപ്പോഴും ഈ ട്രെൻഡിങ് ആയ ഐറ്റം ഒന്നും ഓടിച്ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.